ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 10th പ്രിലിംസിൻ്റെ അടുത്ത ഒരു ടോപ്പിക്കായ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ടാണ്. ഇതിനു മുമ്പേ നമ്മൾ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും 2 വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടും അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള PSC റിലേറ്റഡ് സിലബസ് ബേസ്ഡ് വീഡിയോസിനും ഷോർട്ട് വീഡിയോസിനും കറണ്ട് അഫയേഴ്സിനും ഒക്കെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൂലകങ്ങൾ. മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഹൈഡ്രജൻ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹീലിയമാണ് കേട്ടോ. ഹൈഡ്രജൻ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹീലിയമാണ്. ഓക്കെ, അടുത്തത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലാണ് കേട്ടോ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. മാറിപ്പോവരുത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. നെക്സ്റ്റ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? നൈട്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. ഓക്കെ, അടുത്തത് നോക്കൂ. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയാണ്. ആന്റോണിയോ ലാവോസിയെ. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയാണ്. മൂലകങ്ങൾ, ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചതാരാണ്? ലാവോസിയെ തന്നെയാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പേര് നൽകിയതും മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ മീൻസ് മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്നിങ്ങനെ വർഗീകരിച്ചതും ക്ലാസിഫൈ ചെയ്തതും ആര് തന്നെയാണ്? ലാവോസിയെ തന്നെയാണ്. ഓക്കെ, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം, സാന്ദ്രത ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ മൂലകം ഓസ്മിയാണ്. രണ്ടും കൂടി മാറിപ്പോകരുത്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ചോദിച്ചിട്ടുള്ളത്, ലിഥിയമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ മൂലകം എലമെൻ്റ് ഏതാണ്? ഓസ്മിയമാണ്. ഓക്കെ, നെക്സ്റ്റ്, അടുത്തതായിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥിരതയുള്ള മൂലകം സീസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥിരതയുള്ള മൂലകം സീസിയം. ട്യൂബ് ലൈറ്റിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ട്യൂബ് ലൈറ്റിൻ്റെ ഒക്കെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് മൂലകമാണ്? മോളിബ്ഡിനമാണ്. മോളിബ്ഡിനം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ട്യൂബ് ലൈറ്റിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? മോളിബ്ഡിനമാണ്. DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം. DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ് ആണ്. DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം വെളുത്ത ഫോസ്ഫറസ്. DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ് ആണ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂലകം. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂലകം ഏതാണ്? ചുവന്ന ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ് ആണ്. ഓക്കെ, വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം വെളുത്ത ഫോസ്ഫറസ് ആണ്, വൈറ്റ് ഫോസ്ഫറസ്. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂലകം റെഡ് ഫോസ്ഫറസ് അല്ലെങ്കിൽ ചുവന്ന ഫോസ്ഫറസ്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 10th പ്രിലിംസിന് ഒരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെയുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറഞ്ഞിട്ട്. ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് നോക്കാം. ഞാൻ ഹൈഡ്രജൻ. ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പേരിന് അർത്ഥമുള്ള മൂലകം. അപ്പോൾ ഹൈഡ്രജൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. ഓക്കെ,
ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജനാണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജനാണ്. ഇരട്ട തലയുള്ള മൂലകം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജനാണ്. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. എന്തൊക്കെയാണ്? ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പേരിന് അർത്ഥമുള്ള മൂലകം, ഭാവിയിലെ ഇന്ധനം, ഹരിത ഇന്ധനം, ഇരട്ടത്തലയുള്ള മൂലകം, കലോറിഫിക് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം. ഇതെല്ലാം ഏത് തന്നെയാണ്? ഹൈഡ്രജനാണ്. അടുത്തതായിട്ട്, പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം. പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക്, എലമെൻസിന് പേരും അംഗീകാരവും ഒക്കെ നൽകുന്ന അന്തർദേശീയ സ്ഥാപനം ഏതാണ്? IUPAC. IUPAC എന്താ ഫുൾ ഫോം? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഓക്കെ, ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. IUPACയുടെ ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഈ IUPACയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. IUPACയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അതായത് ഇപ്പോൾ നമ്മൾ ഓരോ മൂലകങ്ങൾക്കും, ഇപ്പോൾ ഹൈഡ്രജൻ എന്നാണ് പേരെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതീകം H, അങ്ങനെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ഓരോന്നിനും ഓരോ പ്രതീകങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബർസേലിയസ് ആണ്. ബർസേലിയസ്. മനുഷ്യനിർമ്മിതമായ മൂലകങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ. മനുഷ്യനിർമ്മിതമായ മൂലകങ്ങളെ അറിയപ്പെടുന്നതാണ് ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രവർത്തനം ആണ് ട്രാൻസ്മ്യൂട്ടേഷൻ. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ട്രാൻസ്മ്യൂട്ടേഷൻ. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ്? ടിന്നാണ്. എത്ര ഐസോടോപ്പുകളാണുള്ളത്? 10 ഐസോടോപ്പുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിൻ. സാധാരണ ബൾബുകളിൽ നിറയ്ക്കുന്ന വാതകം മൂലകം ഏതാണ്? സാധാരണ നമ്മുടെ വീടുകളിലേക്കുള്ള ബൾബുകളിൽ നിറയ്ക്കുന്ന വാതക മൂലകം ഏതാണ്? ആർഗണാണ്. സാധാരണ ബൾബുകളിലേക്ക് നിറയ്ക്കുന്ന വാതക മൂലകം ഏതാണ്? ആർഗണാണ്. അടുത്തത് നോക്കൂ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് കേട്ടോ, മൂന്നും മാറിപ്പോയത്. അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ. ഓക്കെ, അടുത്തതാണ് നമ്മൾ ആവർത്തന പട്ടിക പഠിക്കുന്നത്. ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ അല്ലേ? ഓക്കെ, നോക്കാം. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ദിമിത്രി മെൻഡലീവ്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ദിമിത്രി മെൻഡലീവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിമിത്രി മെൻഡലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി മോസ്ലി. മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അറ്റോമിക മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ഓക്കെ, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. രണ്ടും കൂടി മാറിപ്പോകരുത്. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ആധുനിക ആവർത്തന പട്ടിക മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക സംഖ്യയുടെ അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തിടെ ആവർത്തന പട്ടികയിൽ പേര് കൊടുക്കപ്പെട്ട ഒരു 4 മൂലകങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? നിഹോണിയം. ഓക്കെ, NH ആണ്. 113 അറ്റോമിക് നമ്പർ. ഓക്കെ, മോസ്കോവിയം MC 115. ടെന്നസൈം 117. ഒഗാനസൺ OG 118.
അടുത്തത് ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഗ്രൂപ്പുകൾ. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളും പീരിയഡുകളും ഉണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഗ്രൂപ്പുകൾ എന്നാണ്. ആവർത്തന പട്ടികയിലെ സമാന്തരമായ കോളങ്ങൾ അറിയപ്പെടുന്നത് പീരീഡുകൾ എന്നാണ്. ആവർത്തന പട്ടികയിലെ സമാന്തരമായ കോളങ്ങൾ അറിയപ്പെടുന്നത് പീരീഡുകൾ എന്നാണ്. ഓക്കെ, ആവർത്തന പട്ടികയിലെ ആകെ പീരീഡുകൾ എത്രണ്ണാണ്? ആകെ 7 പീരീഡുകളാണുള്ളത്. ആകെ ഗ്രൂപ്പുകൾ 18 എണ്ണമാണുള്ളത്. ഓക്കെ, ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പും എത്ര പീരീഡും ഉണ്ട്? 7 പീരീഡും 18 ഗ്രൂപ്പുമാണ് ആവർത്തന പട്ടികയിൽ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഇനി ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ്? 1ാമത്തെ പീരീഡാണ്. ഏറ്റവും വലിയ പീരീഡ് 6, 7 പീരീഡുകളാണ്. ഓക്കെ, ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് 1ാം പീരീഡാണ്. ഏറ്റവും വലിയ പീരീഡ് ഏതാണ്? 6, 7 പീരീഡുകളാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന ഓരോ വീഡിയോയിൽ പഠിക്കും. ഓക്കെ, അറ്റോമിക വ്യാപ്തത്തിൻ്റെ ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? അറ്റോമിക വ്യാപ്തത്തിൻ്റെ ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർ മേയർ. ആവർത്തന പട്ടികയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയ മൂലകങ്ങളുടെ എണ്ണം ഇപ്പോൾ ആകെ എത്ര എലമെൻറ്റ്സ് ആണ് പീരിയോഡിക് ടേബിളിലുള്ളത്? 118 എണ്ണമാണുള്ളത്. 118 എണ്ണം. ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ജലം ഒരു സംയുക്തമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഇനി ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കൂടുന്നു. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ? 18 ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നത്? ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കൂടുന്നു. അത് നമ്മൾ ഓരോ ആറ്റത്തിൻ്റെയും സ്ട്രക്ചർ ഘടന വരച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആറ്റം മോഡൽ വരച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇത് പീരിയോഡിക് ടേബിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതാണ് ഓരോ ഗ്രൂപ്പുകൾ, ഇതാണ് ഓരോ പീരീഡുകൾ. അങ്ങനെ 7, 1, 2, 3, 4 അങ്ങനെ 7 പീരീഡുകളും ഇങ്ങനെ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ? ആവർത്തന പട്ടികകളിൽ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കൂടുന്നു. അപ്പോൾ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം എന്താ സംഭവിക്കുന്നത്? ക്രമമായി കൂടുകയാണ് ചെയ്യുന്നത്. ഇനി പീരീഡുകളിൽ ഇതാണ് പീരീഡുകൾ. ഓക്കെ, ഓരോ പീരീഡുകളിലും ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കുറയുന്നു. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇങ്ങോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയാണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മൾ പറഞ്ഞു എത്ര ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്? എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 18 ഗ്രൂപ്പും 7 പീരീഡും അല്ലേ? ഇനി എത്ര ബ്ലോക്കുകളുണ്ട് പീരിയോഡിക് ടേബിളിൽ? 4 ബ്ലോക്കുകളാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. ഏതൊക്കെയാണ്? SPDF എന്ന് പറഞ്ഞ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. SPDF എന്ന് പറഞ്ഞ 4 ബ്ലോക്കുകളുണ്ട്. ഓക്കെ, ആദ്യത്തെ ബ്ലോക്ക് എസ് ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഏതൊക്കെയാണ്? 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും കൂടി കൂടിയതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും കൂടി കൂടിയതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പാണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളാണ് പി ബ്ലോക്ക്. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്. ഓക്കെ, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളുമാണ്. ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സുമാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ 4 ബ്ലോക്കുകളുമാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ, അടുത്തത് 1, 2, 13 to 18. 1ഉം 2ഉം 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ നമ്മൾ പറയുന്ന പേരെന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ, അതായത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നാണ്. എന്താ പറയുക? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ.
3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, അതായത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ പറയുന്ന പേരെന്താണ്? സംക്രമണ മൂലകങ്ങൾ എന്നാണ്. 57 മുതൽ 71 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളാണ് ലാന്ഥനൈഡുകൾ. 89 മുതൽ 103 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളാണ് ആക്റ്റിനൈഡുകൾ. ഓരോ മൂലക ആറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വന്നു ചേരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ SPDF ബ്ലോക്കുകളായി തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ മൂലക ആറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വന്നു ചേരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ SPDF ബ്ലോക്കുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. ഓക്കെ, നോക്കാം. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതാണ്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതാ? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് നിറമുള്ള കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. ആവർത്തന പട്ടികയിലെ അവസാന സ്വാഭാവിക മൂലകം. ഓക്കെ, ആവർത്തന പട്ടികയിലെ പീരിയോഡിക് ടേബിളിലെ അവസാന സ്വാഭാവിക മൂലകം ഏതാണ്? യുറേനിയമാണ്. യുറേനിയം. ഓക്കെ, യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 92 ആണ്. ഇനി ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ എന്താ പറയുക? ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലി മെറ്റൽസ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 13ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ ബോറോൺ കുടുംബം അല്ലെങ്കിൽ ബോറോൺ ഫാമിലി. 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ കാർബൺ ഫാമിലി. 15ാം ഗ്രൂപ്പ് മൂലകങ്ങൾ നൈട്രജൻ കുടുംബം. 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ചാൽക്കോജനുകൾ എന്നും പറയും. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ ഹാലജനുകൾ എന്നും 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ അലസവാതകങ്ങൾ അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് എന്നും പറയും. ഓക്കെ, എന്താണ്? ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്, രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, 13 ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി ഓർ ചാൽക്കോജനുകൾ, 17 ഹാലോജനുകൾ, 18 അലസവാതകങ്ങൾ അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യമാണ് ആദ്യത്തെ കൃത്രിമ മൂലകം. ടെക്നീഷ്യം, അറ്റോമിക് നമ്പർ 43. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പാണ് കേട്ടോ, അയൺ ആണ്. ഏഷ്യയിലെ ഒരു രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകം. ഏഷ്യയിലെ ഒരു രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകം ഏതാണ്? നിഹോണിയമാണ്. ഓക്കെ, ജപ്പാൻ രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട മൂലകം. ജപ്പാൻ രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട മൂലകം ഏതാണ്? നിഹോണിയം തന്നെയാണ്. ഏഷ്യയിലെ ഒരു രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകം, ജപ്പാൻ രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട മൂലകം, രണ്ടും ഏത് തന്നെയാണ്? നിഹോണിയമാണ്. ഓക്കെ, അടുത്തത് സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കൺ ആണ്. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ. ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകം ഏതാ? കാർബൺ ആണ്. ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകം കാർബൺ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാ? ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അടുത്തത് ഭൂമി എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം. ഭൂമി എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം ഏതാണ്? ടെല്ലൂറിയം. ടെല്ലൂറിയമാണ്. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം സെലീനിയം. നെപ്റ്റ്യൂൺ എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം നെപ്റ്റ്യൂണിയം. പ്ലൂട്ടോ എന്ന അർത്ഥം വരുന്ന പേരുള്ള മൂലകം പ്ലൂട്ടോണിയം. ബുധൻ എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം ഏതാണ്? മെർക്കുറി. യുറാനസ് എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം യുറേനിയം. ആൽബർട്ട് ഐൻസ്റ്റീനിനോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട മൂലകം ഐൻസ്റ്റീനിയം. ഒന്നുകൂടി നോക്കാം. ഭൂമി എന്നർത്ഥം വരുന്നത് ടെല്ലൂറിയം, ചന്ദ്രൻ സെലിനിയം, നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോ പ്ലൂട്ടോണിയം, ബുധൻ മെർക്കുറി, യുറാനസ് യുറേനിയം. ആൽബർട്ട് ഐൻസ്റ്റീനിനോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട മൂലകം ഏതാണ്? ഐൻസ്റ്റീനിയം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എലമെൻസിനെ കുറിച്ചിട്ടും പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എലമെൻസിനെ കുറിച്ചിട്ട് ഒരു 75% കാര്യങ്ങളും അപ്പോൾ നമ്മൾ കഴിഞ്ഞ PSCകളിലൊക്കെ ചോദിച്ചു കണ്ടുവരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കി തന്നെ പഠിക്കുക, നല്ല തറവാക്കി പഠിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അറ്റോമിക് നമ്പറും കാര്യങ്ങളൊക്കെ തറവാക്കി തന്നെ പഠിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.